BJP നേതൃത്വത്തിനെതിരെ CK പത്മനാഭൻ പൊട്ടിത്തെറിക്കുമ്പോൾ ചർച്ചയാകുന്നത് മറ്റു പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് ചേക്കേറിയവർക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. BJPയിൽ എത്തുന്നവർക്ക് നൽകുന്ന അമിത പ്രാധാന്യം നേതാക്കൾക്ക് മാത്രമല്ല സാധാരണ പ്രവർത്തകർക്ക് പോലും അസ്വസ്ഥതയുണ്ടാക്കുന്നു. NDA കാസർഗോഡ് മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനിലായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. CKP എന്ന് വിളിക്കുന്ന CK പത്മനാഭൻ കേരളത്തിലെ മുതിർന്ന BJP നേതാവാണ്. മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് CPM ബന്ധം ഉപേക്ഷിച്ച് BJPയിലെത്തിയ നേതാവാണ്. പാർട്ടിയുടെ വളർച്ചയ്ക്ക് മുന്നിൽ നിന്നു. എന്നിട്ടും കാസർഗോഡ് പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ അപമാനം നേരിട്ടത് സാധാരണ പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനാണ് CKPയെ ക്ഷണിച്ചിരുന്നത്. പക്ഷേ വേദിയിലെത്തിയപ്പോൾ കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ പത്മജ വേണുഗോപാലിനെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു. ഇതാണ് CKPയെ പ്രകോപിപ്പിച്ചത്. പത്മജ നിലവിളക്ക് കൊളുത്തുമ്പോൾ CK പത്മനാഭൻ വേദിയിൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റതുമില്ല. ഇത് പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. അനുനയത്തിന് നേതാക്കൾ ശ്രമിച്ചുവെങ്കിലും CKP വഴങ്ങിയില്ല. അപമാനിതനായെന്ന നിലപാടിൽ ഉറച്ചു നിന്നു. പത്മജയുടെ പ്രസംഗം തീരുന്നതിന് മുൻപേ തന്നെ CK പത്മനാഭൻ വേദി വിടുകയും ചെയ്തു. BJP എന്ന സംഘടനയ്ക്ക് അച്ചടക്കവും പ്രോട്ടോക്കോളും ഉണ്ടെന്നും അത് ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും CK പത്മനാഭൻ തുറന്നടിച്ചു. ഇവിടെ അധികാരമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇത്തരം ആളുകൾ മറ്റു പാർട്ടി വിട്ട് BJPയിലേക്ക് വരുന്നത്. മറ്റൊരു പാർട്ടിയിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റിയവരാണ് ഇവർ. ഇങ്ങനെ വരുന്നവർക്ക് പാർട്ടിയിൽ പരവതാനി വിരിക്കുമ്പോൾ എന്ത് സ്ഥാനമാണ് നൽകേണ്ടതെന്ന് സംബന്ധിച്ചൊരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. പാർട്ടി ഒന്നുമല്ലാതിരുന്നപ്പോൾ ത്യാഗം ചെയ്ത് വളർത്തിയവരെ മറന്ന് വേറെ പാർട്ടിയിൽ നിന്നും വരുന്നവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ പ്രവർത്തകർക്ക് തന്നെ അമർഷമുണ്ട്. പത്മജയ്ക്കും അനിൽ ആൻ്റണിക്കുമൊക്കെ അമിത പ്രാധാന്യം നൽകുന്നതിൽ BJP സംസ്ഥാന നേതൃത്വത്തിനും പ്രതിഷേധമുണ്ട്. ഇന്നലത്തെ സംഭവം കൂടുവിട്ട് വരുന്നവർക്കൊരു മുന്നറിയിപ്പാണ്. ഏത് ചോട്ടാ നേതാവായാലും BJPയിലെത്തുമ്പോൾ എടുത്ത് തോളിൽ കയറ്റിവെക്കും. അനിൽ ആൻ്റണിയെ പാർട്ടി ദേശീയ സെക്രട്ടറിയാക്കിയതിൻ്റെ മാനദണ്ഡം എന്താണെന്നാണ് ഓരോ പാർട്ടി പ്രവർത്തകനും ചോദിക്കുന്നത്. എന്ത് രാഷ്ട്രീയ ബോധമാണ് അനിൽ ആൻ്റണിക്കുള്ളത്? എന്ത് പാരമ്പര്യമാണുള്ളത്? AK ആൻ്റണിയുടെ മകനെന്നൊഴിച്ചാൽ വേറെ ഒരു യോഗ്യതയും പറയാനില്ല. പത്മജയും അതുപോലെയൊക്കെയാണ്. കോൺഗ്രസിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയാണ് ഇങ്ങോട്ട് വന്നത്. അവരെ എടുത്ത് മാറാപ്പിലേറ്റിയാൽ ഇപ്പോൾ പാർട്ടിയിലുള്ള പലരും നിഷ്ക്രിയരാകും. CKP പറഞ്ഞതുപോലെ ഇത്രയും നാൾ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയവർ ഇവരെ പോലുള്ളവർ കടന്നു വരുമ്പോൾ വഴിമാറിക്കൊടുക്കേണ്ടി വരുന്നത് പാർട്ടിയുടെ നാശത്തിനെ വഴിവെക്കൂ. പത്മജയൊക്കെ എത്ര നാൾ ഈ പാർട്ടിയിലുണ്ടാകുമെന്ന് കണ്ടറിയണം. നേരത്തെ വന്നവരൊക്കെ ഇപ്പോൾ എന്തിയെ എന്നറിയണമെങ്കിൽ പാഴൂർ പഠിക്കൽ പോകണം. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ അന്നും ഇന്നും നാളെയും പാർട്ടിയിലുണ്ടാവുകയുള്ളൂ.